നമസ്കാരം. വീണ്ടും ഒരു തീർത്ഥയാത്ര. അത് ഒരുപാട് ചേഞ്ചായിട്ടുള്ള ഈ ആധ്യാത്മിക മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരുമൊത്ത് ഉള്ളൊരു തീർത്ഥയാത്ര. കാളഹസ്തിയിലേക്ക് പോകണമെന്ന് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. ആ ആഗ്രഹമാണ് ഈ യാത്രയോടൊപ്പം നിറവേറിയത്. ഞാൻ കാളഹസ്തി മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. കാളഹസ്തി പോയി അവിടെയുള്ള എല്ലാവരും ചേർന്ന് ഒരു 500 പരം ആൾക്കാർ ഒരുമിച്ചിരുന്ന് രാഹുകേതു പൂജ ഒരു യജ്ഞം പോലെയാണ്, പൂജ പോലെയല്ല. എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഒരു യജ്ഞമായിട്ട് അതിൻ്റെ അവർ പറയുന്ന മന്ത്രധ്വനികൾ നമ്മൾ ഏറ്റുപറഞ്ഞ് ചൊല്ലുമ്പോൾ അവിടെ നിന്നുള്ള അതിൻ്റെ പ്രകമ്പനങ്ങൾ തന്നെ നമ്മളിൽ നിന്ന് വരുന്ന ആ വൈബ്രേഷൻ വളരെ വളരെ തൃപ്തിയുള്ള ഒരു അനുഭവമായി മാറിയിരുന്നു. ഞാനും എൻ്റെ മകനും ഉണ്ടായിരുന്നു. മകൻ മകീര നക്ഷത്രമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് നാഗത്തിനോട് കണക്റ്റഡായിട്ടുള്ളൊരു നക്ഷത്രമാണല്ലോ മകീരം. അതിനാൽ ആണ് അദ്ദേഹത്തിനെയും പിടിച്ചിട്ട് ഇരുന്നത്. അയാൾ ആ പൂജ ചെയ്യുന്ന നേരത്തെ അയാൾ എന്താ പറയുക വികാര നിർഭരനാകുന്നത് കാണാനുള്ള ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി. വളരെയധികം സന്തോഷത്തോട് വിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ആന്ധ്രാപ്രദേശിൽ തന്നെ അതിൻ്റെ ഉള്ള ശ്രീശൈലത്തിലേക്ക് പോയി. ശ്രീശൈലത്തിലേക്ക് ആദ്യമായിട്ടാണ് ഈ ഇതിലുള്ള എല്ലാവരുടെ ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരും അവിടെ എത്തുന്നത്. അവിടെ ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. അവിടെ നയിച്ച് ചെന്ന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിലും കൂടി ഭഗവാന്റെ കൃപയാൽ നമുക്ക് അവിടെ താമസിക്കാനുള്ള സുഖകരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും. കാലത്ത് ഒരു 4 മണിക്ക് എണീക്കേണ്ടി വന്നു. 4 മണിക്ക് ദർശനത്തിന് പോകേണ്ടി വന്നു. 3:30 ഞങ്ങൾ എണീറ്റ് 4 മണിക്ക് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയധികം തിരക്കായിരുന്നു പുറമേ ഉണ്ടായിരുന്നത്. എന്നിട്ട് എല്ലാവരും ചേർന്ന് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സ്പർശ ദർശനം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി ശ്രീകോവിലിനകത്ത് കൊണ്ടുപോയി ഞങ്ങളെ എല്ലാം ആ വിഗ്രഹം തൊട്ട് പ്രാർത്ഥിക്കാൻ, ഇത്രയും തിരക്കിനിടയിൽ തൊട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ഇവർ ഒരുക്കി തന്നു. അത് ജ്യോതിർലിംഗങ്ങൾ തൊട്ട് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജ്യോതിർലിംഗം കാണുന്നത് തന്നെ. അത് തൊട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് പറഞ്ഞത് പൂർവ്വജന്മ പുണ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അത്രയും മനോഹരമായിരുന്നു ആ ഒരു അനുഭവം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ശക്തിപീഠവും ഉണ്ടായിരുന്നു. രണ്ടും കൂടിയിട്ടുള്ള അപൂർവ അമ്പലങ്ങൾ. 2 അമ്പലമേ ഉള്ളൂ. ഒന്ന് തമിഴ്നാട്ടിലുള്ള ഒരു അമ്പലമുണ്ട്, രാമേശ്വരം. പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ ശക്തിപീഠവും ജ്യോതിർലിംഗവും ഉണ്ട്. അത് രണ്ടും വളരെ തൃപ്തിയിൽ ഉള്ളിൽ ചെന്ന് തൊട്ട് വളരെ ക്ലോസ് ആയിട്ടിരുന്ന് തൊട്ട് പ്രാർത്ഥിക്കാനെല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അനുഭവം വളരെയധികം തൃപ്തമായിരുന്നു. മനസ്സ് നിറഞ്ഞു. അത്രയേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ അനുഭവം എനിക്ക് മാത്രമല്ലേ, ഞാനല്ലേ അനുഭവിച്ചത്. അത് തന്നെയേ പറയാൻ പറ്റുള്ളൂ. ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാവണമെങ്കിൽ വരിക, അനുഭവിക്കുക. അതങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അഹോബിലത്തിൽ, ഇത് 2ാമത്തെ തവണയാണ് അഹോബിലത്തിൽ വന്നത്. അത് നവ നരസിംഹമൂർത്തികളാണ്. 9 അമ്പലത്തിൽ മൊത്തം 10 അമ്പലമുണ്ട്. ലക്ഷ്മി നരസിംഹമുണ്ട്. അതാണ് വലിയൊരു അമ്പലമായിട്ടുള്ളത്. ബാക്കിയെല്ലാം കാടിനുള്ളിലായിട്ട് പല സ്ഥലത്തായിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം ചെല്ലുന്നത് ആ കാട്ടിനുള്ളിൽ കയറുമ്പോൾ ആദ്യം നമ്മൾ തൊഴുന്നത് വ്യാഴത്തിൻ്റെ സന്നിധിയോടുള്ള അഹോബില നരസിംഹത്തെ തന്നെയാണ് ആദ്യം നമ്മൾ തൊഴുക. അത് കഴിഞ്ഞിട്ടാണ് ജ്വാല നരസിംഹം, ചൊവ്വ ഭഗവതിയുടെ സാന്നിധ്യത്തോട് വിളിച്ചത്. ഹിരണ്യകശിപു വധിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അടിമകളാക്കി വെച്ചിരുന്ന എല്ലാ ഗ്രഹങ്ങളെയും സ്വതന്ത്രമാക്കപ്പെട്ടപ്പോൾ ആ ഗ്രഹങ്ങളുടെ അടുത്തെല്ലാം ചെന്നിരുന്ന് അവർക്ക് അനുഗ്രഹം കൊടുത്ത അതാണ് അവിടെ കൺസെപ്റ്റ് ചെയ്യുന്നത്.
പിന്നീട് രണ്ടാമത് ചെല്ലുന്നത് ജ്വാല നരസിംഹമാണ്. അത് കുറച്ചധികം ഉള്ളിലേക്ക് കയറി മലയിലെല്ലാം കയറി അവിടെ ചെന്ന് തിരുമേനി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തുമ്പോൾ അവിടെ തിരുമേനി വന്ന് തൊഴുത് നമുക്കാണ് ആദ്യമായിട്ടുള്ള പ്രസാദങ്ങളും എല്ലാം തരുന്നത്. വളരെയധികം പറയുന്ന എനർജി നമ്മളിലേക്ക് ഇങ്ങനെ പള്ളി നിൽക്കുന്ന ഒരു അനുഭവമാണ് അത് അനുഭവിക്കേണ്ട തന്നെയാണ് അത് കഴിഞ്ഞ് പിന്നെ ശുക്രന്റെ നരസിംഹം, മാലോര നരസിംഹം, ശുക്രന്റെ സന്നിധിയിലുള്ള നരസിംഹമാണ്. അവിടെയും തൊഴുത് പിന്നീട് വരുമ്പോൾ വരാഹ നരസിംഹം, അത് രാഹുവിനോട് ഒത്തുള്ള നരസിംഹമായിട്ടാണ് അത് ഗണിക്കപ്പെടുന്നത്. എല്ലായിടത്തും അമ്പലങ്ങളിൽ അവിടെ ചെന്ന് കയറുമ്പോഴേ നമ്മൾ വൈബ്രന്റ് ആയിപ്പോകും, അത്രയും എനർജറ്റിക് ആണ്. അവിടുന്ന് നരസിംഹൻ പിന്നീട് വന്നിട്ട് ചന്ദ്രന്റെ സന്നിധിയിലുള്ളതാണ്. കുറച്ച് അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി വരുന്നത് ചന്ദ്രനോടൊപ്പമുള്ള നരസിംഹമാണ്. നരസിംഹത്തിന്റെ കയ്യില് അമ്പുവില്ലൊക്കെ ക്ഷേത്രമാണ്. ചെറിയതാണ്, എല്ലാം ചെറിയ ക്ഷേത്രങ്ങളാണ്. പക്ഷെ ആ എനർജി ലെവലാണ് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളത്. നമുക്കൊരു അനുഭവം തന്നെയാണ്. അത് കഴിഞ്ഞ പിന്നീട് നമ്മൾ പോകുന്നതില്ല കേതുവിനോടൊപ്പം എന്നുള്ള സംഗീതപ്രിയനായിട്ടുള്ള ഒരു നരസിംഹമായിട്ടാണ്. അങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരു നരസിംഹമായിട്ടാണ്. അത് നല്ല മനോഹരമായിട്ട് അത് ആ തിരുമേനിമാരവിടെ നമുക്ക് പറഞ്ഞു തരും. ഈ നരസിംഹം ഇങ്ങനെ പ്രസന്റായിട്ട് സന്തോഷത്തോടിരിക്കുന്ന ഇങ്ങനെയുള്ളൊരു നരസിംഹം ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് സംഗതി ശരിയാണ്. വളരെ ചിരിച്ചിരിക്കുന്ന ഒരു നരസിംഹമായിട്ടാണ് അറിയുന്നത്. അത് കഴിഞ്ഞിട്ടേക്കാണ് പോകുന്നത്. അത് കുറച്ച് 20 കിലോമീറ്ററോളം നമ്മൾ കുറച്ച് ശരിക്കും ട്രക്കിംഗ് പോലുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. അവർ നല്ല അഭ്യാസ ഡ്രൈവർമാർക്ക് മാത്രമേ അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. നമ്മുടെ വാഹനം അവിടെ പോവില്ല. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മുടെ വാഹനത്തിൽ തന്നെയാണ് പോകാൻ പറ്റുക. ഈ 2 ക്ഷേത്രങ്ങളിലേക്ക് ട്രക്കിംഗ് ചെയ്യാവുന്ന ജീപ്പിൽ തന്നെയാണ് പോകാൻ പറ്റുക. അപ്പോൾ അവിടെ പോയി അവിടെ ശിവൻ പൂജിച്ച ഒരു വലിയൊരു സാലഗ്രാമമുണ്ട്. ഞാൻ ഇത്രയും വലിയ സാലഗ്രാമം വേറെ എവിടെയും കണ്ടിട്ടില്ല. ആ സാലഗ്രാമം അവിടെ ഉണ്ട്. വളരെ നടന്നിരിക്കുകയാണ്. അവിടെയെല്ലാം ഈ ആടിനെയെല്ലാം ഗുരുതി കൊടുത്തിട്ട് അവിടെ വിശിഷ്ട ദിവസങ്ങളിൽ അങ്ങനെ പൂജ ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെയധികം തിരക്ക് പിടിച്ചൊരു അമ്പലമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾ ചെല്ലുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ തൃപ്തികരമായിട്ട് അവിടെ തൊഴാൻ പറ്റി. നല്ല അനുഭവമായിരുന്നു. അത് കഴിഞ്ഞാണ് ഭാസ്കര നരസിംഹത്തിൻ്റെ അടുത്തേക്ക്. അതുപോലെ ചെറിയ ഒരു ഇതിലൂടെ കാട്ടിനുള്ളിലൂടെ പോയിട്ട് ജീപ്പിൽ തന്നെ പോകണം. അവിടെ പോയി അവിടെയും തൊഴിൽ കഴിഞ്ഞാൽ ആ ഇത് കഴിഞ്ഞ് വന്നതിനായിട്ടാണ് ഞങ്ങൾ തലേദിവസം തന്നെ ലക്ഷ്മി നരസിംഹത്തിന് തൊഴുതിരുന്നത്. അപ്പം ലക്ഷ്മി ഈ പരിക്രമത്തിൽ 9 നരസിംഹങ്ങളെ ഒരു ദിവസം തൊഴുത് കഴിഞ്ഞാൽ അത് അങ്ങനെ ബിലീഫുണ്ട്. ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും തീരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇനി പുതിയ പാപങ്ങളാണ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഒരു ഇതുണ്ട്. എല്ലാ പാപങ്ങളും ഇതുവരെ ജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ശാന്തി വരും. കാരണം നരസിംഹസ്വാമി എല്ലാവർക്കും ഇത് എന്താ പറയാ ഹിരണ്യകശിപുവിൽ നിന്നുള്ള മോചനം കൊടുത്തിട്ട് സന്തോഷമായിരിക്കുന്ന ഗ്രഹങ്ങളിലെ അനുഗ്രഹം കിട്ടുന്നതിനാൽ എല്ലാ ഗ്രഹദോഷങ്ങളും മാറുമെന്ന് പറയുന്നുണ്ട്. ഗ്രഹദോഷങ്ങൾ ഏത് ഗ്രഹദോഷങ്ങളുണ്ടെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഈ നവഗ്രഹങ്ങളിലോട്ട് പരിക്രമം ചെയ്താൽ അവരെല്ലാം ശുദ്ധരാകും, അനുഗ്രഹീതരാകും. അതിന് വരാനും ഒരു അനുഗ്രഹം വേണം. ആ നേരമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ വരാൻ കഴിയും. പറ്റാവുന്നവരെല്ലാവരും ഇതിലേക്ക് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത്.